പണ്ട് ബെൻസ് മാത്രം ഇന്ത്യയിലുള്ള കാലം. അന്ന് BMW ഓടിയൊക്കെ ആവശ്യക്കാർ ഗൾഫിനൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കാലം. അന്ന് ബെൻസിനൊപ്പം വേറൊരു ജർമ്മൻ കാറും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഓപ്പൽ വെക്ട്ര. ഓപ്പലിൻ്റെ അവസാന നാളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് ഓപ്പൽ വെക്ട്ര. ഇത് യൂറോപ്പിലൊക്കെ ചൂടപ്പം പോലെ വിറ്റ വണ്ടിയാണ്, കാറാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാതെ പോയി. ഓപ്പൽ വെക്ട്രയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഞാൻ വാചാലനാവേണ്ടതുണ്ട്. കാരണം ഓപ്പൽ വെക്ട്ര സാബ് എന്ന് പറഞ്ഞ സ്വീഡിഷ് ബ്രാൻഡിൻ്റെ വോൾവോയുടെയൊക്കെ പോലത്തെ ഒരു ബ്രാൻഡായിരുന്നു സാബ്. ഈ സാബിൻ്റെ സാബ് 9 എന്ന് പറഞ്ഞ മോഡൽ എപ്സിലോൺ GMൻ്റെ എപ്സിലോൺ പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് വന്ന കാറാണ്. അൾട്ടിമേറ്റ് ലക്ഷറിയായിരുന്നു അക്കാലത്ത് തന്നെ. അതായത് 2.2 ലിറ്ററിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസിങ് 145 PS പവർ. ഒരു കാഡിലാക് ഡിസൈനാണ് ഇത്. സത്യം പറഞ്ഞാൽ എപ്സിലോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സാബും വെക്ട്രയും കാഡിലാക്കും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാഡിലാക് BLS എന്ന് പറഞ്ഞ മോഡലും ഇത് സെയിമാണ്. സെയിം ചാസി, സെയിം അണ്ടർപിന്നിങ്സ് ആണ്. സോ നമുക്കിനി കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടോ കോമ്പറ്റീഷൻ്റെ തീക്ഷ്ണത കൊണ്ട് അധികമൊന്നും ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന കാറല്ലത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ കാഡിലാക് എന്ന ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിലയബിലിറ്റിയൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അമേരിക്കയിലെ കാഡിലാക്കൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. ഒരു വല്ലാത്തൊരു എന്താ പറയുക മാസ്കുലിൻ ലുക്കുള്ളൊരു കാർ കമ്പനിയാണ് കാഡിലാക്ക്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാറെന്ന് വെച്ചാൽ കാഡിലാക്കിൻ്റെ എക്സാക്ട് സെയിം ആയിരുന്നു എല്ലാം കൊണ്ടും. അത് ഞാൻ അന്ന് പണ്ട് കൊച്ചിലെ തൊട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാറാണ്. ഇത് അധികം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആപ്പാടെ ഞാൻ എൻ്റെ കൊച്ചിലെ ഒരെണ്ണം ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം തൃശ്ശൂർ വലുതായി കണ്ടുകൊണ്ടു. തൃശ്ശൂർ ആർക്കും വേണ്ട കിടക്കുന്നുണ്ടൊരു ഏതോ ഒരു സ്ഥലത്ത്, എനിക്ക് ഓർമ്മയില്ല സ്ഥലമൊന്നും. അതൊരെണ്ണം അവിടെ കിടപ്പുണ്ട് ഈ കാർ. ഇങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഈ കാർ കണ്ടുള്ളൂ. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുവാണെങ്കിൽ അതിനകത്തൊരു ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു ഗ്രില്ലും കുറച്ച് സ്റ്റിക്കർ മറ്റേ കാഡിലാക്കിൻ്റെ ബാഡ്ജസും കൂടെ ഒപ്പിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാർ കാഡിലാക്കായിട്ട് മാറ്റാൻ പറ്റും. ഓപ്പൽ വെക്ട്ര കാഡിലാക്ക് ആയി കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ബെൻസ് BMW ഒക്കെ റേഞ്ച് തന്നെയാണ് കാഡിലാക്കും. സോ അത്രയ്ക്ക് ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പൽ അവർ അവസാന നാളുകളിൽ ഇറക്കിയ കാറായതുകൊണ്ട് ഇത് വളരെ കുറച്ച് മാത്രമേ യൂണിറ്റ്സ് സോൾഡ് ആയിട്ടുള്ളത് തന്നെ ആരും പ്രിസ്റ്റീൻ കണ്ടീഷനിൽ കീപ്പപ്പ് ചെയ്യണമെന്നില്ല. കാരണം ഓൾമോസ്റ്റ് പാർട്സ് ഇന്ത്യയിൽ ഇറക്കിയ കാറല്ല, ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത കാറല്ല, അസംബിൾഡാണ്. സോ പാർട്സിനൊക്കെ വില ഭയങ്കര കൂടുതലായിരിക്കും ഇമ്പോർട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും. അതെല്ലാം കൊണ്ട് ഒട്ടുമിക്ക കാറുകളും പൊളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു പണ്ട് 2002-ലും 2003-ലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ബെൻസിനേക്കാളും ഒക്കെ എനിക്ക് ലുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേറെ അന്നിറങ്ങിയ നമ്മുടെ അക്കോഡിനേക്കാളും ഒക്കെ ഒരു മാസ്കുലിൻ അല്ലെങ്കിൽ കാഡിലാക്കിൻ്റെ സിഗ്നേച്ചർ ലുക്സ് ഉള്ളൊരു കാറായിരുന്നു ഓപ്പൽ വെക്ട്ര. പക്ഷേ എവിടെ കിട്ടുമെന്നോ ആരെങ്കിലും ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ കാർ വേറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ?